നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ മഹത്തായ ഒരു സമ്പത്തുണ്ട്. എന്നാൽ അത് തിരിച്ചറിയാതെ നമ്മൾ പുറം ലോകത്തിലെ വസ്തുക്കൾ തേടി അലയുകയാണ്. കലവറയുടെ താക്കോൽ പോക്കറ്റിലിട്ട് അത് മറന്ന് വീടിന് പുറത്ത് താക്കോൽ തിരയുകയാണ് നമ്മൾ. ചിലർ സമ്പത്തും അധികാരവും നേടിയെടുക്കാനായി പ്രയത്നിക്കുമ്പോൾ മറ്റു ചിലർ പേരിനും പെരുമയ്ക്കും വേണ്ടി പരിശ്രമിക്കുന്നു. അവയൊക്കെ നേടിക്കഴിഞ്ഞാൽ ശാന്തിയും സന്തോഷവും കൈവരിക്കാമെന്നും അവർ വ്യാമോഹിക്കുന്നു. സത്യത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് ആനന്ദത്തിന് തടസ്സമായി നിൽക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുവിനെ ചൊല്ലിയുള്ള മനസ്സിൻ്റെ അസ്വസ്ഥത അവസാനിക്കുമ്പോൾ സ്വയം പ്രകടമാകുന്നതാണ് ആനന്ദം. അല്ലാതെ ആനന്ദമെന്നത് എന്തെങ്കിലും നേടിയെടുക്കുമ്പോൾ കിട്ടുന്നതല്ല. ആത്മസ്വരൂപം തന്നെയാണ് നിത്യമായ ആനന്ദത്തിൻ്റെയും ശാന്തിയുടെയും ഉറവിടം. ഈ ബോധം നമ്മളിൽ ദൃഢമാകണം. അതാണ് ശാന്തിയും സമാധാനവും നേടാൻ പ്രധാനമായും വേണ്ടത്. തുടർന്ന് നമ്മുടെ മനസ്സിന് അമൃതധാരയാകുന്ന ഗുരുവചനം കേൾക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം കോപമാണ്. ഏറ്റവും വലിയ വിജയം ക്ഷമയാണ്. ദേഷ്യം വരുമ്പോൾ മനസ്സിൽ ഇരുട്ട് വ്യാപിക്കും. കരുണയ്ക്കും കൃപയ്ക്കും തടസ്സമുണ്ടാക്കുന്നത് ഇരുട്ടാണ്. ഇതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കണം. മാതാ അമൃതാനന്ദമയി ദേവി. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ധർമ്മോ മേ ചതുരംഘ്രിക സുചരിത പാപം വിനാശം ഗതം കാമക്രോധമദാദയോ വിഗളിത കാല സുഖാവിഷ്കൃത ജ്ഞാനാനന്ദമഹൗഷധി സുഫലിത കൈവല്യനാധി സദാ മാന്യേ മാനസ പുണ്ഡരീകനഗരെ രാജാവതംസേ സ്ഥിതേ. അടുത്തതായി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. മനസ്സാകുന്ന നഗരത്തിൽ കൈവല്യനാഥനായ ഭഗവാൻ പരമേശ്വരൻ ഭരിക്കുമ്പോൾ, പ്രതിഷ്ഠിതനാകുമ്പോൾ ധർമ്മം 4 കാലുകളോടുകൂടിയിരിക്കും. അപ്പോൾ ദുഃഖമെല്ലാം പോയി മറയുന്നു. കാമക്രോധ മതമാത്സര്യമെല്ലാം ഓടിപ്പോകുന്നു. ഇത്തരത്തിൽ വിവരിക്കുന്ന ശിവാനന്ദലഹരിയിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ശ്രീ ശങ്കര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 38 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ പരമാത്മാ ബോധോദയത്തെ
അല്ലെങ്കിൽ പരമാത്മ മഹിമയുടെ പ്രാഗട്യത്തെ ചന്ദ്രോദയത്തോട് കൽപ്പിച്ച് സമാനപ്പെടുത്തി ആനന്ദ സമുദ്രത്തിൻ്റെ ഉയർച്ചയിൽ ഭക്തന്മാർക്ക് ആത്മാകാരവൃത്തി ഉദിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. തുടർന്ന് മനസ്സിൽ ഭഗവാൻ സുപ്രതിഷ്ഠനാകുമ്പോൾ എല്ലാ മഹിമകളും അതിലൂടെ ഉണ്ടാവുന്നു എന്ന് പറയുകയാണ്. നോക്കൂ, ധർമ്മോ മേ ചതുരംഘ്രിക സുചരിത താപം വിനാശം ഗതം കാമക്രോധമദാദയോ വിഗളിതാ കാലാ സുഖാവിഷ്കൃതാ ജ്ഞാനാനന്ദമഹൗഷധി സുഫലിതാ കൈവല്യനാഥേ സദാ മാന്യേ മാനസപുണ്ടരീകനഗരേ രാജാവതംസേ സ്ഥിതേ. മാനസപുണ്ടരീകനഗരേ, മാനസമാകുന്ന പുണ്ടരീകം, പുണ്ടരീകം താമര, അപ്പം മനസ്സാകുന്ന താമര, അങ്ങനെയുള്ള നഗരത്തിൽ, പട്ടണത്തിൽ, ഇപ്പം മനസ്സാകുന്ന താമരയെ ഒരു പട്ടണമായി കൽപ്പിച്ചു. ഒരു രാജ്യ തലസ്ഥാനം, പ്രധാന നഗരം. അങ്ങനെയുള്ള നഗരത്തിൽ കൈവല്യനാഥേ മാന്യേ രാജാവതംസേ സ്ഥിതേ, അങ്ങേയറ്റം മാനിക്കപ്പെടേണ്ടവൻ, മാന്യ, അതിൻ്റെ സപ്തമിയാണ് മാന്യേ. സ്ഥിത, നിലകൊള്ളുന്നവൻ, അതിൻ്റെ സപ്തമിയാണ് സ്ഥിതേ. മാന്യൻ സ്ഥിതി ചെയ്യുമ്പോൾ, ആര് സ്ഥിതി ചെയ്യുമ്പോൾ? കൈവല്യനാഥേ, കൈവല്യത്തിന് മോക്ഷത്തിന് നാഥനായിട്ടുള്ളവൻ സ്ഥിതി ചെയ്യുമ്പോൾ. സൂക്ഷ്മമായി ചിന്തിക്കേണ്ട പദമാണ്, നമുക്ക് വിചാരം ചെയ്യാം. ഇപ്പോൾ കൈവല്യനാഥൻ, മാന്യനായ കൈവല്യനാഥൻ സ്ഥിതി ചെയ്യുമ്പോൾ, ആര് സ്ഥിതി ചെയ്യുമ്പോൾ? രാജാവതംസേ, രാജാക്കന്മാർക്ക് അവതംസമായവൻ. അവതംസം ശിരസിൻ്റെ ഊർധ്വഭാഗം അവിടെ അലങ്കരിക്കുന്നത്. ഇപ്പം മൂർധാവിനെയും മൂർധാവിൽ അലങ്കരിക്കുന്ന കിരീടത്തെയും ഒക്കെ അവതംസ ശബ്ദം കൊണ്ട് പറയാറുണ്ട്. ഇപ്പോൾ രാജാക്കന്മാർക്ക് അലങ്കാരമായിട്ടുള്ളവൻ, സകല രാജാക്കന്മാർക്കും ശിരോലങ്കാരമായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഉച്ചകോടിയിൽപ്പെട്ട രാജാവ് ഈ നഗരത്തിൽ ഭരിക്കുന്ന സമയത്ത്, ഈ നഗരത്തിലിരിക്കുന്ന സമയത്ത്. ഏതാണ് നഗരം? മനസ്സാകുന്ന നഗരം. അപ്പം മനസ്സാകുന്ന നഗരത്തിൽ കൈവല്യനാഥനായ രാജാവ് ഇരിക്കുമ്പോൾ, പ്രബലനായ രാജാവ് ഭരിക്കുമ്പോൾ ഐശ്വര്യത്തെ പ്രാപിക്കും രാജ്യം. അവിടെ ശത്രുക്കൾ ഉണ്ടാവില്ല, എല്ലാം അനുകൂലമായിരിക്കും ഭരണാധികാരി നേരെയായാൽ. അപ്പം മനസ്സാകുന്ന നഗരത്തിൽ കൈവല്യനാഥനായ ഭഗവാൻ, എല്ലാവരാലും മാനിക്കത്തക്ക ഭഗവാൻ പരമേശ്വരൻ പ്രതിഷ്ഠിതനാകുമ്പോൾ, സ്ഥിതി ചെയ്യുമ്പോൾ, ഭരിക്കുമ്പോൾ, ധർമ്മോ മേ ചതുരംഘ്രിക, ധർമ്മം 4 കാലുകളോടുകൂടിയിരിക്കും. ധർമ്മം 4 കാലുകളോടുകൂടിയിരിക്കുന്നു. സുചരിത, നല്ലപോലെ ആചരിക്കപ്പെട്ടതായി തീരുന്നു. താപം വിനാശം ഗതം, ദുഃഖമെല്ലാം പോയി മറഞ്ഞു. ശ്രേഷ്ഠനായ ഭരണാധികാരി ഇരിക്കുമ്പോൾ ദുഃഖമെല്ലാം പോയി മറഞ്ഞു. കാമക്രോധമദാദയ വിഗളിതാഹ, കാമം, ക്രോധം, മദം തുടങ്ങിയ ശത്രുക്കൾ ഓടി രക്ഷപ്പെട്ടു. അവരൊക്കെ താമസാക്കിയിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ ഈ പ്രബലനായ രാജാവ് വന്നിരുന്നപ്പോൾ അവരെല്ലാം ഓടിപ്പോയി. കാലാഹ സുഖാവിഷ്കൃതാഹ, കാലം സുഖാവിഷ്കൃതമായി. എല്ലാ പ്രജകൾക്കും സുഖത്തെ മാത്രം നൽകും വിധം
കാലം ആവിഷ്കരിക്കപ്പെട്ടു. ജ്ഞാനാനന്ദ മഹൗഷധി സുഫലിത. ജ്ഞാനാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന മഹൗഷധി നല്ലപോലെ ഫലിച്ചു. ജ്ഞാനാനന്ദമാകുന്ന മഹൗഷധി നല്ലപോലെ പഴുത്ത് പക്വമായി നിൽക്കുകയാണ്. എപ്പോൾ മനസ്സാകുന്ന നഗരത്തിൽ സാക്ഷാൽ ഭഗവാൻ കൈവല്യനാഥൻ സകല രാജാക്കന്മാർക്കും മൂർധാവിൽ ധരിക്കുന്ന കിരീടം പോലുള്ള ഭഗവാൻ, എല്ലാവരാലും മാനിക്കത്തക്ക പൂജിക്കത്തക്ക ഭഗവാൻ വിരാജിക്കുമ്പോൾ ഈ മഹിമകളെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവുന്നു. ഈ ശ്ലോകം നമുക്കൊരിക്കൽ കൂടി വിചാരം ചെയ്യാം. തുടർന്ന് വൈദിക ക്രിയകളെയും ക്ഷേത്രങ്ങളിലെ ആരാധനാക്രമങ്ങളെയും കുറിച്ചുള്ള ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക്. പലതരത്തിലുള്ള ക്ഷേത്ര മാതൃകകളെക്കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യുന്നത്. കേരളീയമായ ക്ഷേത്ര പദ്ധതിയിൽ വളരെ വ്യത്യസ്തമായ നിരവധിയായിട്ടുള്ള ക്ഷേത്രഘടനകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. സാമാന്യമായി നമ്മൾ കണ്ടുവരാറുള്ളത് ചതുരത്തിലുള്ള ശ്രീകോവിലുകളാണെങ്കിൽ വട്ടശ്രീകോവിലുകളും ദീർഘവൃത്തത്തിലുള്ള ശ്രീകോവിലുകളും ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലുകളും അഷ്ടകോണും ഷൾക്കോണും തരത്തിലുള്ള ശ്രീകോവിലുകളും മുക്കാൽ വട്ടം എന്നൊക്കെ തരത്തിലുള്ള അത്തരം പ്രത്യേക നിർമ്മിതികളോടുകൂടിയുള്ള ശ്രീകോവിലുകളൊക്കെ നമുക്ക് വളരെ പ്രാധാന്യമായിട്ട് കേരളീയ തന്ത്രശാസ്ത്ര പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ചതുര ശ്രീകോവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത് ചതുരത്തിലുള്ള സമചതുരാകൃതിയിലുള്ള ശ്രീകോവിലുകളാണ്. എന്നാൽ വൃത്തശ്രീകോവിലുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി സങ്കീർണവും കുറച്ചുകൂടി ഊർജ്ജപ്രവാഹത്തെ സമ്മേളിപ്പിക്കുന്നതുമാണ്. ഇതുപോലെ തന്നെ ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലുകൾ കാണാം. അതായത് ദീർഘചതുരത്തിൻ്റെ പിൻഭാഗത്ത്, മുന്നിൽ ദീർഘചതുരത്തോടു കൂടിയും പിൻഭാഗത്ത് ആനയുടെ പിൻഭാഗം പോലെ, അതായത് ഒരു വൃത്തം ഈ ദീർഘചതുരത്തോട് ചേർത്ത് വച്ച രീതിയിലുള്ള ശ്രീകോവിലുകളെയാണ് ഗജപൃഷ്ഠ ശ്രീകോവിലുകൾ എന്ന് പറയുന്നത്. വളരെ അപൂർവമായി കണ്ടുവരാറുള്ള, വളരെ ഊർജ പ്രാധാന്യമുള്ള ഒരു ഊർജ പ്രവാഹ കേന്ദ്രങ്ങൾ, ഊർജ സംഭരണശാല എന്ന അർത്ഥത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടന ഈ ഘടനയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഷൾക്കോൺ, അതായത് 6 കോണുകളോടുകൂടിയുള്ള വളരെ വൈശേഷികമായിട്ടുള്ള ശ്രീകോവിലുകൾ നമുക്ക് കാണാം. അതേപോലെ അഷ്ടകോണ്, 8 കോണുകളായിട്ടുള്ള ശ്രീകോവിലുകളെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദീർഘചതുരായിട്ടുള്ള ശ്രീകോവിലുകളെ നമുക്ക് കാണാൻ സാധിക്കും. പാട്ടുപുരകൾ എന്ന അർത്ഥത്തിൽ പറയപ്പെടുന്ന ശ്രീകോവിലുകളെ കാണാൻ സാധിക്കും. ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ മാതൃകകളിൽ വളരെയധികം, അതിൻ്റെ വാസ്തുഘടനാ സംബന്ധമായിട്ട് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഘടനകൾ തന്നെയാണ്. എന്നാൽ ഇവയ്ക്ക് ഓരോന്നിനും അതിൻ്റേതായ വ്യത്യാസങ്ങൾ, അതിൻ്റേതായ ഒരു ഊർജ സ്രോതസ്സ് അല്ലെങ്കിൽ ഊർജ പ്രവാഹ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഈ പ്രത്യേകിച്ച് ഭക്തരിലേക്ക്, ദേശത്തേക്ക് ഊർജത്തെ പ്രവഹിപ്പിക്കുന്നതിൽ ഈ ഓരോ ശ്രീകോവിലുകൾക്കും അല്ലെങ്കിൽ ഈ ഓരോ ശ്രീകോവിലുകളുടെ ഘടനയ്ക്കും വളരെയധികം വൈശേഷികതയുണ്ട്. അതുപോലെ തന്നെ ദേവതാ സ്വരൂപവുമായിട്ടും പലതരത്തിലുള്ള ശിവനായാലും വിഷ്ണുവായാലും സുബ്രഹ്മണ്യനായാലും ദുർഗയായാലും ഗണപതിയായാലും ഓരോ ദേവതകൾക്കും അവരുടെ സ്വഭാവ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വിഷ്ണുവിൻ്റെ തന്നെ നരസിംഹഭാവത്തിലുള്ള ഭാവത്തിന് ഒരു തരത്തിൽ, അതുപോലെ തന്നെ ശൈവത്തിൽ തന്നെ അഘോരഭാവത്തിലുള്ള ശ്രീകോവിലുകൾ, അങ്ങനെയുള്ള പലതരത്തിനും അതിന് പ്രത്യേകതമായ സങ്കല്പങ്ങളും സങ്കേതങ്ങളുമുണ്ട്. ഇതൊക്കെ ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃകകൾ എന്ന നിലയിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന വാസ്തുഘടന സംവിധാനങ്ങൾ തന്നെയാണ്. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശംഖകപാല ഭൂഷണധരൗ മുക്താസ്തിമാലാധരൗ ദേവോ ദ്വാരവതി ശ്മശാന നിലയോ നാഗാരി ഗോവാഹനോ.
രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം നിരുപമ മാഹാത്മ്യത്തിൻ്റെയും അനുപമ ചൈതന്യത്തിൻ്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന ഏഴിമല താഴ്വരയിലെ മഹാക്ഷേത്രമത്രേ രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം. ശൈവ വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകാത്മകമായ ശങ്കരനാരായണ സ്വാമിയാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി. ശിവനും വിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ കാണിക്കുന്ന രണ്ട് മൂർത്തികളാണ് ശാസ്താവും ശങ്കരനാരായണനും. അർദ്ധനാരീശ്വര രൂപവും ശങ്കരനാരായണനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. അർദ്ധനാരീശ്വരന്റെ മറ്റൊരു രൂപമത്രേ ശങ്കരനാരായണൻ. അർദ്ധനാരീശ്വര രൂപത്തിലെ പാർവതിയുടെ രൂപം മഹാവിഷ്ണുവായി മാറുമ്പോഴാണ് ശങ്കരനാരായണനാകുന്നത്. പ്രപഞ്ചത്തിൽ പുരുഷനെയും പ്രകൃതിയെയും പിരിക്കുവാൻ സാധ്യമല്ലെന്ന തത്വമാണ് അർദ്ധനാരീശ്വര രൂപം കുറിക്കുന്നത്. ശിവനും വിഷ്ണുവും ഒന്നാണെന്നും ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനും ഉണ്ടെന്നുമാണ് വാമന പുരാണ പ്രതിപാദ്യം. കൈവല്യം പകരുന്ന ചിത്സ്വരൂപ. ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനും ഉണ്ടെന്ന് കേട്ട പാർവതി ഒരിക്കൽ ശിവനെ സമീപിച്ച് തനിക്ക് ആ രൂപമൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായത്രേ. പാർവതിയുടെ അഭ്യർത്ഥന കേട്ട ശ്രീ പരമേശ്വരൻ പുന്നാഗവനത്തിൽ പോയി ഗോമതി എന്ന പേരിൽ താമസിച്ച് കർക്കിടക മാസത്തിൽ 9 ദിവസം ഭഗവാനെ തപസ് ചെയ്താൽ ആ ദർശനം ലഭിക്കുമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഭഗവതി പുന്നാഗവനത്തിൽ പോയി തപസ് ചെയ്തു. കർക്കിടക മാസത്തിലെ പൗർണമി ദിനം ഭഗവാൻ ശങ്കരനാരായണ രൂപത്തിൽ ഗോമതിയുടെ മുൻപിൽ അവതരിച്ചുവെന്നാണ് ഐതിഹ്യം. അന്യോന്യം വിലയിച്ചു വാഴ്വൂ. ശിവന്റെയും വിഷ്ണുവിന്റെയും ചൈതന്യങ്ങളുടെ സങ്കലിത രൂപമത്രേ ശങ്കരനാരായണൻ. ആര്യ അധിനിവേശത്തിനു ശേഷം ആര്യദ്രാവിഡ സമന്വയം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു മൂർത്തി സങ്കല്പം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. ലിംഗരൂപത്തിലും രൂപവിഗ്രഹങ്ങളായും ശങ്കരനാരായണ മൂർത്തി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ശിവന്റെ വലതുഭാഗവും വിഷ്ണുവിന്റെ ഇടതുഭാഗവും ചേർന്നതാണ് രൂപവിഗ്രഹങ്ങൾ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് രാമന്തളി ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മരജടമേൽ മതിലേഖഭൂഷണം താൻ. പരശുരാമനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പല സവിശേഷതകളുമുണ്ട്. രൂപം അവൗമമപ്രമേയം. ഒരു കാലത്ത് മൂഷിക വംശത്തിന്റെ അധീനതയിൻ കീഴിലായിരുന്നു രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായ ഏഴിമലയായിരുന്നു തെക്ക് കോരപ്പുഴ മുതൽ വടക്ക് ചന്ദ്രഗിരിപ്പുഴ വരെയും കിഴക്ക് കുടക് മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെയും പരന്നുകിടന്നിരുന്ന മൂഷിക വംശത്തിന്റെ ഭരണകേന്ദ്രം. കോലസ്വരൂപത്തിന്റെ മുൻഗാമികളായ മൂഷിക വംശത്തെ സാമൂതിരി രാജാവ് ആക്രമിച്ചപ്പോൾ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 64 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ പ്രഥമസ്ഥാനീയരായ പയ്യന്നൂർ ഗ്രാമം മൂഷിക രാജാവിനെ സഹായിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതിനു പ്രത്യുപകാരമായി വല്ലഭൻ എന്ന മൂഷിക രാജാവ് തന്റെ ആസ്ഥാനം ചിറയ്ക്കലിനടുത്ത് വല്ലഭപട്ടണം സ്ഥാപിച്ച് അവിടേക്ക് മാറ്റിയപ്പോൾ ഈ തളിക്ഷേത്രവും സമീപ പ്രദേശങ്ങളും പയ്യന്നൂർ ഗ്രാമത്തിന് കൈമാറി എന്നാണ് ചരിത്രം. പയ്യന്നൂർ ഗ്രാമത്തിന്റെ പ്രതിനിധികളായി തളിയിൽ മനയിലെ തിരുമുമ്പ് ഊരാളനും കൊടിയത്ത് പൊതുവാൾ കാരാളനും ആയുള്ള സമിതിയാണ് പിന്നീട് ക്ഷേത്രഭരണം നടത്തിവന്നത്. ഇപ്പോഴും ക്ഷേത്രത്തിലെ ഉത്സവം, മറ്റടിയന്തരാദികൾ എന്നിവയ്ക്ക് ക്ഷേത്രേശ സ്ഥാനം വഹിക്കുന്നത് ഇവർ തന്നെയാണ്. ത്രിശൂലമേന്തി നിൽക്കും സഹനത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന പയ്യന്നൂർ പാട്ടെന്ന നീലകേശി പാട്ടിൽ രാമന്തളി ക്ഷേത്രത്തെപ്പറ്റി പ്രതിപാദിക്കുന്നതായി പഴമക്കാർ പറയുന്നു. 6ഓളം വിവാഹം ചെയ്തിട്ടും കുട്ടികളില്ലാത്തതിനാൽ തൃശൂരിലുള്ള സമ്പന്നവും കുലീനവുമായ തറവാട്ടിൽ ജനിച്ച നീലകേശി എന്ന യുവതി നിരാശയായി ഈ ക്ഷേത്രത്തിന് സമീപമുള്ള കച്ചിൽ പട്ടണം എന്ന തുറമുഖത്ത് വന്നിറങ്ങുകയും പ്രദേശത്തെ പ്രമുഖ വ്യാപാരിയായ നമ്പുചെട്ടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു.
പെരും തൃക്കോവിലായ ഈ ക്ഷേത്രത്തിൽ സന്താന സൗഭാഗ്യത്തിനായി നേർച്ച നേരുകയും സന്താന സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തു അത്രേ. നിതാ തവ തൃപ്പാദം തൊഴുന്നേൻ. രാമന്തളി ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ സ്വയം വളർന്നുണ്ടാകുന്ന കദളിവാഴകൾ ഇവിടുത്തെ ഒരു സവിശേഷതയത്രേ. പഴയ പാട്ടുപുസ്തകങ്ങളിലും വാമൊഴിയിലും രാമന്തളി ക്ഷേത്രത്തെ കദളീവനമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതിന് കാരണം ഇതായിരിക്കാമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ അർച്ചനയ്ക്കുള്ള കദളിപ്പഴം നാലമ്പലത്തിനുള്ളിൽ എല്ലാ സമയത്തും ഉണ്ടാകാറുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മണിനാഗത്തളയിട്ട രുദ്രപാദം. രാമന്തളി ക്ഷേത്രത്തിലെ മുഖ്യദേവനായ ശങ്കരനാരായണ സ്വാമി പഞ്ചലോഹ വിഗ്രഹത്തിൽ സാന്നിധ്യമരുളി കിഴക്കോട്ട് ദർശനമേകി പരിലസിക്കുന്നു. ചെമ്പുമേഞ്ഞ 3 നില ഗജപൃഷ്ഠ ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. നിത്യേന രാമന്തളി ക്ഷേത്രത്തിൽ 3 പൂജകളും മറ്റു ചടങ്ങുകളും ചിട്ടയായി നടന്നു വരുന്നു. തരണനെല്ലൂർ ഇല്ലത്തിനാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം. തിരിയുന്നതു നിന്റെ ഇച്ഛയാൽ. ചതുശതം അഥവാ വലിയ വട്ടളം പായസമാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. സന്താന ലബ്ധിക്കായി ഭക്തജനങ്ങൾ നടത്തിവരുന്ന ഒരു വഴിപാടത്രേ വലിയ വട്ടളം പായസം. സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർ പൂജാരിയിൽ നിന്നും പ്രസാദം സ്വീകരിച്ച് സന്താന ലബ്ധിക്കായി ദേവനോട് പ്രാർത്ഥിച്ച് ചതുശതം നേദിക്കുവാനായി വഴിപാട് നേർന്നാൽ ഫലപ്രാപ്തി നിശ്ചയമെന്നാണ് അനുഭവസ്ഥരുടെ ഭാഷ്യം. പരശുരാമൻ പ്രതിഷ്ഠാ സമയത്ത് പീഠ അന്തർഭാഗത്ത് സന്താന ഗോപാല മന്ത്രത്തോടുകൂടി സ്ഥാപിച്ച സാളഗ്രാമത്തിന്റെ സാന്നിധ്യവും ചൈതന്യവുമാണ് ഭഗവാനെ സന്താന സൗഭാഗ്യ വരദായകനാക്കുന്നതെന്നാണ് വിശ്വാസം. തവ സുപ്രഭാതം. വലിയ വട്ടളം പായസത്തെ കൂടാതെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടത്രേ നിറമാല. സർവകാര്യ സിദ്ധിക്ക് വേണ്ടി നടത്തപ്പെടുന്ന നിറമാല വഴിപാടിനെ കൂടാതെ തണ്ണീനമൃത്, നെയ്പായസം, പണപ്പായസം തുടങ്ങിയവയും ഇവിടുത്തെ വഴിപാടുകളിൽ പെടുന്നു. മേളനശ്രവത്താൽ തുയിലുണരൂ ശിവ വിഷ്ണു. സംഘകാലഘട്ടത്തിലെ സംഘം കൃതികളിൽ പരാമർശിച്ചിട്ടുള്ള ശ്രീമൂലവാസം എന്ന ശിവക്ഷേത്രമാണ് രാമന്തളി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. ഇന്ന് മൂലസ്ഥാനം ഉൾപ്പെടുന്ന പ്രദേശം ഏഴിമല നാവിക അക്കാദമിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പ്രദേശത്താണ് ഉൾപ്പെടുന്നത്. തിരുനടയിൽ കുറുകുന്ന മാടപ്രാവുകൾ. വർഷം തോറും മീനം 17 മുതൽ 22 വരെ നടത്തപ്പെടുന്ന തിരുവുത്സവമാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ അവസരം. സുഗന്ധമേകി നിൽക്കും അണിചെമ്പക കൽപ്പദാരുഹൃത്യം. മുൻപ് കാലത്ത് കുംഭസംക്രമം, കുംഭം 1 എന്നീ തീയതികളിൽ ഏർപ്പുത്സവം എന്നൊരു ചടങ്ങ് രാമന്തളി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്നു. തവ സുപ്രഭാതം. പൂർവരതാ പ്രാധാന്യമുള്ള ഈ ഉത്സവ നാളുകളിൽ വീശിക്കൊണ്ടിരിക്കുന്ന തണുത്ത ഏർപ്പ് കാറ്റിനെ വരവേൽക്കാൻ ഈ പ്രദേശത്തുള്ളവർ ഇവിടെ വിളയുന്ന അരി, തുവര, ചോളം എന്നിവ, വെല്ലം, തേങ്ങ എന്നിവ ചേർത്ത് ഏർപ്പ് പായസം ഉണ്ടാക്കുന്ന ചടങ്ങ് പ്രധാനമത്രേ. തിരുവുത്സവത്തെ കൂടാതെ എല്ലാ മാസവും തിരുവോണനാൾ നടത്തുന്ന തിരുവോണ സദ്യയും ചിങ്ങമാസത്തിലെ നിറപുത്തരിയും ഈ ക്ഷേത്രത്തിലെ മറ്റു വിശേഷ അവസരങ്ങളാണ്. ഭക്തന്മാർ വ്രതനിഷ്ഠയോടെ സകല അഭയ വരമൂർത്തിയും സന്താന സൗഭാഗ്യ വരദായകനും ദേശാധിപതിയായും വിരാജിക്കുന്ന രാമന്തളി ശങ്കരനാരായണ സ്വാമി തന്റെ ദർശനത്തിനെത്തുന്ന ഭക്തരെ സന്മാർഗത്തിലൂടെ, സത്കർമ്മത്തിലൂടെ ജ്ഞാനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നു. ബലി ദക്ഷയജ്ഞമദനോ ശ്രീശൈ